കിളുന്തു കൊച്ചാ സാറേ, ഒന്ന് മഴത്തിലൊക്കെ ആയിക്കോട്ടെ. വെറ്റിലക്കറ പുരണ്ട പല്ലുകാട്ടി വിടൻ്റെ ചിരിയോടെ ഓച്ചാനിച്ച് നിൽക്കുന്ന കൂട്ടിക്കൊടുപ്പുകാരൻ്റെ മുഖത്തേക്ക് 2000-ൽ താളുകൾ അയാൾ വലിച്ചെറിഞ്ഞു. സാർ ഭാഗ്യവാനാ, ഇതുവരെ ആരും തൊട്ടിട്ടില്ല. അതാ ഞാൻ ഇത്ര റേറ്റ് കൂട്ടി ചോദിച്ചത്. ആക്രാന്തത്തോടെ അയാൾ നിലത്ത് വീണ നോട്ടുകൾ പെറുക്കിയെടുത്തു. അപ്പോൾ നാളെ രാവിലെ കാണാം സാറേ. എന്നാൽ ഞാനങ്ങോട്ട്. കൂർത്ത നോട്ടമെറിഞ്ഞയാൾ മദ്യത്തിൻ്റെ ആലസ്യത്തിൽ കുഴയുന്ന കാലുകൾ വലിച്ചു വെച്ചു ആ പഞ്ചനക്ഷത്ര ഹോട്ടലിൻ്റെ ശീതീകരിച്ച മുറിയിലേക്ക് നടന്നു. ഇയാളൊരാണല്ല, കെട്ടിയ പെണ്ണിന് വേണ്ടത് കൊടുക്കാതെ കിടപ്പറയിൽ പൂജ വെച്ച വെറും ഷണ്ണൻ. കാതിലേക്ക് ആ വാക്കുകൾ വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു പ്രഹരമേൽപ്പിക്കുന്നു. സ്വന്തം ബന്ധങ്ങൾക്കിടയിൽ തൻ്റെ ഭാര്യയായവൾ ഉന്നയിച്ച ആരോപണം. ഒരിക്കൽ അവളെ തൻ്റെ സ്വന്തം അനുജനുമായി കിടപ്പറയിൽ നാഗങ്ങളെപ്പോലെ നഗ്നമായി ചുറ്റിപ്പിണയുന്നത് കാണുകയും പിടഞ്ഞുരുകി മരപ്പാവ് പോലെ നിന്നവൻ. തന്നെ പഴിക്കാൻ അവൾ കണ്ടെത്തിയ ന്യായത്തിൽ ഒരു പരിധിവരെ അവൾ വിജയിച്ചപ്പോൾ തോറ്റുപോയത് അയാളിലെ ഭർത്താവായിരുന്നു. അന്ന് ഡോക്ടർ സിദ്ധാർത്ഥ് അവളെ കണ്ടിഷ്ടപ്പെട്ട് തന്നെയാണ് സാമ്പത്തികമായി വളരെ പിന്നിൽ നിൽക്കുന്നൊരു കുടുംബവുമായിട്ട് പോലും വീട്ടുകാരെ എതിർത്ത് പെണ്ണന്വേഷിച്ചു ചെന്നത്. താലി കെട്ടി സ്വന്തമാക്കിയപ്പോൾ പോകെ പോകെ മുറുമുറുപ്പുകൾ അയഞ്ഞു വന്നു. അമ്മയ്ക്ക് അവൾ മകളായിരുന്നു, അനുജത്തിക്ക് ചേച്ചിയായിരുന്നു. എന്നാൽ തൻ്റെ അനുജനവൾ പ്രണയിനിയായിരുന്നുവെന്ന് മാത്രം അയാൾ അറിഞ്ഞില്ല. സ്നേഹത്തോടെ പ്രണയത്തോടെ അവളിലേക്ക് ലയിക്കാൻ കൊതിക്കുമ്പോൾ എൻ്റെ ശരീരമാണോ മനസ്സാണോ ഏട്ടൻ സ്നേഹിച്ചതെന്ന് ചോദിക്കും. പേരറിയാത്ത നോമ്പും ആചാരങ്ങളും പറഞ്ഞ് വഴിമുടക്കുന്ന രാത്രികളിൽ അവളെയൊന്ന് നെഞ്ചിൽ ചേർത്തുറക്കാൻ കൊതിയായിരുന്നു. പക്ഷേ ഒരിക്കൽ അവളിലെ നുണകൾ പുറത്തു വന്നപ്പോൾ കൂടെ ചതിക്കാൻ മുന്നിൽ നിന്നത് കൂടപ്പിറപ്പാണെന്നറിഞ്ഞു. ഇന്ന് ആ ദിവസം ഡിസംബർ 9, 2020. ഒരു ഒപ്പിൽ ബന്ധം അവസാനിപ്പിച്ചു തൻ്റെ അനുജൻ്റെ കൈപിടിച്ചവൾ നടന്നുപോയ ദിവസം. താൻ സ്വയം വിഡ്ഢിയാക്കപ്പെട്ട ദിവസം. തന്നിലെ പൗരുഷത്തിൻ്റെ പൂർണ്ണത തിരഞ്ഞയാൾ ഒടുവിലയാൾ പെണ്ണിൻ്റെ രുചിയറിയാനിറങ്ങി. ഒടുവിൽ പണമെറിഞ്ഞൊരു വേശ്യയുടെ വിയർപ്പിൻ്റെ ഉപ്പ് രുചിയവൻ തേടി. റൂം നമ്പർ 102 വാതിൽ മെല്ലെ തുറന്ന് അകത്തേക്ക് കടന്നതും ഒരു ഒഴിഞ്ഞ മൂലയിൽ ഇടതു കൈയിൽ പിടിച്ച മഞ്ഞ നിറമുള്ള സ്പോഞ്ച് പാവയുടെ പുരികക്കൊടികളിൽ കറുത്ത ചായം പൂശുന്ന അവൾ. വിടർന്ന കൂവളമിഴികളും തിളങ്ങുന്ന കവിളും ചുണ്ടിലൊരു കുറുമ്പ് നിറച്ചു പാവയോട് കിന്നാരം ചൊല്ലുമ്പോൾ ചിമ്മിയടയുന്ന കണ്ണുകളിൽ കുസൃതി. മഞ്ഞ നിറമുള്ള പട്ടുപാവയുടെ തുമ്പിൽ തിളങ്ങുന്ന സ്വർണ്ണനൂലുകൾ തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്നു. ഒറ്റനോക്കിൽ 18 വയസ്സോളം പ്രായം തോന്നിക്കുന്ന അവളുടെ പ്രവൃത്തികളിൽ ബുദ്ധിയുറയ്ക്കാത്തൊരു പെണ്ണിൻ്റെ ചേഷ്ടകൾ മൂടിക്കിടക്കുന്നു. ലഹരി നിറച്ച തലച്ചോറിൽ ബുദ്ധിയും വിവേകവും അയാൾ പരസ്പരം പോരടിച്ചു. ജയിച്ചത് കാമമായിരുന്നു. അരികിലേക്കടുത്തപ്പോൾ അവളിൽ രാത്രിയിൽ വിടരാൻ നിൽക്കുന്ന മുല്ലമൊട്ടിൻ്റെ മണമായിരുന്നു. ആദ്യമായി തൻ്റെ വിരലുകൾ അവളുടെ ചുരുണ്ട മുടിയകളെ മെല്ലെയൊന്ന് തലോടി. അവൾ തലയുയർത്തിയപ്പോൾ ആ കണ്ണുകളും പ്രതീക്ഷയോടെയൊന്ന് വിടർന്നു. എൻ്റെ അമ്മയെ കാണിച്ചു തരാവോ? വിറയ്ക്കുന്ന കൈത്തണ്ടയ്ക്കുമേൽ രുദ്രാക്ഷം കെട്ടിയ സ്വർണ്ണ ചെയിനിൽ അവൾ കൈകൾ മുറുക്കി. ഈ മുത്തുമാല എൻ്റെ വാവയ്ക്ക് മാലയാക്കി തരുവോ? കൊഞ്ചലോടെ അവൾ ചോദിച്ചും കൊണ്ട് ആ പാവയെ മുന്നിലേക്ക് നീട്ടി. എൻ്റെ അമ്മ വാങ്ങിത്തന്നതാ. അവളുടെ കണ്ണുകളിൽ അലയടിക്കുന്ന സന്തോഷത്തിരകളിലേക്ക് വീണയാളുടെ മനസ്സിൻ്റെ വഞ്ചിയൊന്നുലഞ്ഞു. ചുവന്ന റോസാപ്പൂവിൻ്റെ ഇതളുകൾ തോൽക്കുന്ന അവളുടെ കീച്ചുണ്ടുകളിലേക്കായിരുന്നു തൻ്റെ കണ്ണുകളുടെ സ്ഥാനം. അവളുടെ ചോദ്യങ്ങളും അവസ്ഥകളും കേൾവിയുടെ പിന്നിരകളിലേക്ക് തള്ളിയിട്ടു. അവൾ എഴുന്നേറ്റ് തൻ്റെ നീണ്ട താടിരോമങ്ങളിലേക്കും കട്ടിമീശയിലേക്കും മൃദുവായി തഴുകി. എൻ്റെ അച്ഛൻ്റെ ഫോട്ടോത്തിലും ദേ പോലെയാ. കൗതുകത്തോടെ കരിമഷി എഴുതിയ ആ കണ്ണുകൾ ചിമ്മുമ്പോൾ അവളുടെ ഒറ്റക്കൽ മൂക്കുത്തിമേലൊരു ഇത്തിരി വെട്ടം മിന്നി. ഞാനേ പറയുന്നെല്ലാം അനുസരിച്ചാൽ എൻ്റെ അമ്മയെ ഇവിടെ കൊണ്ടുവരാമെന്ന്. അതുകൊണ്ടാ ഞാൻ ഇവിടെ വന്നേ. എന്തൊരു തണുപ്പാ ഇവിടെ. എൻ്റെ വാവയ്ക്കും തണുക്കും. ഇരു കൈകളാലും അടക്കി പിടിച്ചവൾ ആ പാവയെ തൻ്റെ നെഞ്ചോട് ചേർത്തു. അയാൾക്ക് തോന്നി അവളെ ഇതേപോലെയൊന്ന് മാറോട് ചേർക്കാൻ. ചുട്ടുപൊള്ളി വെന്തു നീറുന്ന മനസ്സിലേക്ക് അവളുടെ തണുപ്പുള്ള ഇളമേനി കൊണ്ടൊന്ന് പൊതിഞ്ഞു വയ്ക്കാൻ. ആരാണിവൾ? ഒരു രാത്രിയിലേക്ക് തൻ്റെ കാമദാഹമടക്കാൻ പണമെറിഞ്ഞു വാങ്ങിയ പെണ്ണ്. ബുദ്ധിയും വിവേകവും നശിപ്പിക്കുന്ന ലഹരിയിൽ ലക്ഷ്യം മാത്രമായിരുന്നു അയാൾക്ക് പ്രാധാന്യം. ഉടുപ്പിൻ്റെ ബട്ടണുകൾ അഴിച്ചുമാറ്റി അയാൾ അർദ്ധനഗ്നനായി. മെല്ലെ അവളുടെ തോളുകളിൽ കൈകൾ അമർത്തി തന്നിലേക്ക് വലിച്ചു ചേർത്തപ്പോൾ
ഞെട്ടിപ്പിടഞ്ഞവളൊന്ന് കുതറി. അയ്യേ, നാണമില്ലാത്ത ചെക്കൻ. ചിരിയോടവൾ പിന്നിലേക്ക് മാറി കൈവെള്ളകൾ കണ്ണിന് കുറെ മൂടി. അവളുടെ നെഞ്ചോരം ചേർന്നിരുന്ന പാവ നിലത്തേക്ക് വീണു. എൻ്റെ അമ്മയെ കാണിച്ചു തരുവോ? അയാളുടെ ബലിഷ്ഠമായ ദേഹത്തിനിടയിൽ അവളുടെ പൂമേനി ഞെരിഞ്ഞയുടനുറുമ്പോൾ നിറക്കണ്ണുകളോടെ അവളുടെ ചുണ്ടുകൾ മെല്ലെ അടക്കം പറയുന്നുണ്ടായിരുന്നു. അവളിലെ പെണ്ണിനെ വെട്ടിപ്പിടിച്ചു ആലസ്യത്തോടെ അയാൾ മയങ്ങുമ്പോൾ മാറിലെ വിയർപ്പിലൊട്ടി അവളും മയങ്ങുകയായിരുന്നു, തൻ്റെ അമ്മയെയും കാത്ത്. എല്ലാത്തിനും സാക്ഷിയായി നിലത്തുറങ്ങുന്ന സ്പോഞ്ച് പാവയും. ഇടയ്ക്കെപ്പോയോ ചാടി എഴുന്നേറ്റവൾ പുതപ്പാൽ നാണം മറച്ചു തലമുടിയിൽ വിരലുകൾ കടത്തി വലിക്കുകയും ഭ്രാന്തമായി അലറിക്കരയുകയും ചെയ്തു. മുട്ടുകാലിനുള്ളിൽ ഒളിപ്പിച്ച മുഖത്തിന് കുറുകെ നീണ്ട മുടിയിഴകളും മറപോലെ പുതച്ചു നിൽക്കുന്നു. ഞെട്ടിപ്പിടഞ്ഞയാൾ ലഹരി കെട്ടടങ്ങിയ മനസ്സിനെ ഒരു വേള പിന്നിലേക്ക് പായിച്ചു. കുറ്റബോധം തെറ്റുകൾക്കൊടുവിൽ പല്ലിളിച്ചു കാട്ടുന്ന മനുഷ്യൻ്റെ വിലയില്ലാത്ത വികാരങ്ങളിലൊന്ന്. അരുണിമയോടെ പൂത്തുനിന്നൊരു നന്ദ്യാർവട്ടപ്പൂവിനെ തൻ്റെ ഭ്രാന്തിൽ ക്രൂരമായി കശക്കിയെറിഞ്ഞു. ഇനി എൻ്റെ അമ്മയെ കാണിച്ചു തരുവോ? വീണ്ടും ആ ശാന്തതയിലേക്ക് അവന് നേരെ അവളുടെ കൊഞ്ചലുകൾ അലയടിച്ചു. അവൾക്ക് 8 വയസ്സ് പ്രായമുള്ളപ്പോൾ തൻ്റെ കൺമുന്നിൽ ഒരു വാഹനാപകടത്തിൽ ചതഞ്ഞറിഞ്ഞ മാതാപിതാക്കൾ. അനാഥമായ ബാല്യത്തോടൊപ്പം കൺമുന്നിൽ കണ്ട ആ ആഘാതം മനസ്സിൻ്റെ താളം തെറ്റിപ്പോയവൾ. ഭ്രാന്തി, അവളുടെ ഭ്രാന്തിനുമേൽ തൻ്റെ ഭ്രാന്തും തീർത്തവൻ. അമ്മയെ കാണണമെന്ന് അലമുറയിട്ട് കരയുന്നതിനൊപ്പം അവളുടെ പല്ലും നഖങ്ങളും അവൻ്റെ നെഞ്ചിൽ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയിരുന്നു. ഭ്രാന്തമായ അവളുടെ ചെയ്തികളെ അടക്കി വയ്ക്കാൻ അവളെ തൻ്റെ മാറോട് അടക്കി പിടിച്ചു. ആ സമയം മുല്ലപ്പൂവിൻ്റെ മണമായിരുന്നില്ല അവൾക്ക്, ഞെരിഞ്ഞമർന്ന നൈർമല്യം കൊഴിഞ്ഞുപോയ ഒരു തുളസിക്കതിർ മാത്രമായിരുന്നു അവൾ. അവന് വാത്സല്യം തോന്നിപ്പോയി ആ ഭ്രാന്തി പെണ്ണിനോട്. നെറ്റിയിലേക്ക് വീണുകിടന്ന അവളുടെ ചെറുമുടികൾ ഒതുക്കി വെച്ച് മൂർധാവിൽ അതരങ്ങൾ ചേർക്കുമ്പോൾ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. കാതോരം വീണ്ടും അലയടിച്ചു. എൻ്റെ അമ്മയെ കാണിച്ചു തരുവോ? എൻ്റെ അമ്മയെ കാണിച്ചു തരുവോ? ഭ്രാന്തിപ്പെണ്ണിൻ്റെ ജൽപ്പനങ്ങൾ കാതിൽ അലമുറയിട്ടപ്പോഴാണ് അവൻ ഉറക്കം വിട്ടെഴുന്നേറ്റത്. അന്നും നിദ്ര അവന് അരികിലേക്ക് വരാൻ മടിച്ചു നിന്നു. ചെയ്തുപോയ തെറ്റിൻ്റെ കുറ്റബോധവും കാത്തിരിക്കാനോ സ്നേഹിക്കാനോ ആരുമില്ലാത്ത തിരിച്ചറിവിൽ ഉൾനാടൻ ഗ്രാമത്തിലേക്ക് ചോദിച്ചു വാങ്ങിയ ഒരു ട്രാൻസ്ഫർ, ഒരു ഒളിച്ചോട്ടം. കഴിഞ്ഞ കുറേ മാസങ്ങളായി എല്ലാ ഇരവുകളിലും നിദ്രയെ ഭേദിക്കുന്ന ആ ചോദ്യം, എൻ്റെ അമ്മയെ കാണിച്ചു തരുവോ? അന്ന് അമ്മയെയും കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മുറിയിൽ വിട്ടിറങ്ങിയത്. റോഡിലേക്ക് ഇറങ്ങുമ്പോഴേ കണ്ടു ചൂതാട്ടക്കാരൻ്റെ കൗശലവുമായി ഇളിഞ്ഞ ചിരിയോടെ അവളെ തനിക്ക് അരികിലേക്ക് വിട്ട ആ വിടനെ. ആ നിമിഷങ്ങൾ മനസ്സ് നിറയെ ശൂന്യതയായിരുന്നു. എങ്ങോട്ടൊന്നില്ലാതെ അലയുന്ന തൻ്റെ കൂടെ അവളെ കൂട്ടാൻ തോന്നിയില്ല. ഇരുട്ട് മൂടിക്കിടക്കുന്ന മനസ്സും ശരീരവും ഇരുട്ടിലേക്ക് തന്നെ അലിയുകയായിരുന്നു. പക്ഷേ അന്നു മുതൽ നിദ്ര പോലും കടാക്ഷിക്കാതെ ആ ചോദ്യവും മുല്ലപ്പൂവിൻ്റെ മണവും ഓരോ ഇരവിലും അവനെ പുൽകാൻ തുടങ്ങിയിരുന്നു. ഉൾനാട്ടിലെ ആരോഗ്യകേന്ദ്രമായതിനാൽ രോഗങ്ങളോടോ മരുന്നുകളോടോ ഒന്നും മൽപ്പിടുത്തം പിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. വല്ലപ്പോഴും ആ വഴി സഞ്ചരിക്കുന്നവർ പതിവ് പോലെ അലസമായി ഇഴഞ്ഞു നീങ്ങുന്ന ഒരു പകലിൽ ഒരു ഓട്ടോ വന്നു നിന്നു. അതിൽ നിന്ന് ഇറങ്ങിയ മുതിർന്ന 2 സ്ത്രീകളോടൊപ്പം നിറവയറോടെ ഇറങ്ങി വന്ന പെൺകുട്ടിയെ കണ്ടു അവൻ ധരിച്ചു നിന്നുപോയി. അപ്പോഴും കയ്യിൽ ആ പഴയ പാവയുണ്ടായിരുന്നു. ക്ഷീണിച്ച് എല്ലുകൾ തെളിഞ്ഞു വയർ ഉന്തി നിൽക്കുന്ന ഒരു പേക്കോലമായിരുന്നു അവൾ. വേദനയുടെ കാഠിന്യം അവളുടെ മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്നു. ഒരു കൈ വയറിനെയും മറുകൈ പാവയെയും അടക്കി പിടിച്ചിരുന്നു. വിടർന്ന മിഴികളിൽ കറുപ്പ് പടർന്നിരുന്നു. തുടുത്ത കവിളുകൾ ഒട്ടിപ്പോയിരുന്നു. കണ്ണിലെ കുസൃതിക്ക് പകരം വേദനയായിരുന്നു. ചുണ്ടിലൊളിപ്പിച്ച പുഞ്ചിരി എവിടെയോ പോയി ഒളിച്ചിരുന്നു. അവനിൽ തങ്ങിയ അവളുടെ മിഴികൾ പെട്ടെന്ന് പ്രകാശിച്ചു. അവളെ പിടിച്ചു വെച്ചിരുന്ന കൈകളെ വിടുവിച്ച് അവനിലേക്ക് ഓടിയെടുത്തു. അവൻ്റെ നെഞ്ചിനെ പിച്ചിപ്പിറിക്കാനും നോവിക്കാനും തുടങ്ങി. അവളുടെ ചുണ്ടുകൾ പുലമ്പിക്കൊണ്ടിരുന്നു. എൻ്റെ അമ്മയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയതല്ലേ? എൻ്റെ അമ്മയെ കൊണ്ടുവന്നോ? എൻ്റെ അമ്മയെ കാണിച്ചു തരുവോ? അവളുടെ കണ്ണുനീരിനൊപ്പം അകമ്പടിയായി വീഴുന്ന വാക്കുകൾ ഓരോന്നും അവൻ്റെ ഹൃദയത്തിൽ ഗർത്തങ്ങൾ ഉണ്ടാക്കുന്നത് അവനറിഞ്ഞു. ആ ഗർത്തങ്ങൾ കൊണ്ട് തൻ്റെ കണ്ണുകളിലെ നീരിറവ കിളിർക്കുന്നത് അവനറിഞ്ഞു. എൻ്റെ വയറ്റിൽ ഇതുപോലൊരു വാവയുണ്ടെന്നും അവനോട് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ ആ പഴയ കുസൃതി വീണ്ടെടുത്തിരുന്നു. ഇവരാ പറഞ്ഞേ വാവ വരാറാകുമ്പോൾ വേദനിക്കുമെന്നും എനിക്ക് നോവുന്നു. വയറിൽ കൈകൾ രണ്ടും അമർത്തി അവൾ ഉറക്കെ കരഞ്ഞു. അവളുടെ കാലുകൾക്കിടയിലൂടെ ചുവന്ന വർണ്ണം പടർന്നൊഴുകിക്കൊണ്ടിരുന്നു. എല്ലുകൾ നുറുങ്ങുന്ന വേദനയിൽ അവൾ കിടന്നു പിടയുമ്പോഴും അവൻ്റെ കൈവിരലുകൾ അവളുടെ മുടിയഴികളെ തലോടിക്കൊണ്ടിരുന്നു. അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അവളുടെ നെറ്റിയിൽ വീണുടഞ്ഞുകൊണ്ടിരുന്നു. അയ്യേ, ഈ ചെക്കൻ കരയുന്നു. നല്ല വാവ വരുമല്ലോ, ഞാൻ വാവയെ തരാമേ.
എൻ്റെ അമ്മയെ കാണിച്ചു തരുവോ? അസ്ഥികൾ പൊടിഞ്ഞ് നുറുങ്ങുന്ന വേദനയിലും ചിരിച്ചും കൊണ്ട് അവൾ അവനോട് പറയുന്നുണ്ടായിരുന്നു. അവളുടെ വിടർന്ന തുടകൾ ഇടുക്കുകളിൽ നിന്നൊഴുകിയിറങ്ങിയ രക്തത്തിനൊപ്പം ഒരു കുഞ്ഞു ജീവനും അവൻ്റെ കൈകളിലേക്ക് ഊർന്നു വീണു. പ്രതൃത്വം അവൻ്റെ നെഞ്ചിടിപ്പിൻ്റെ താളങ്ങളെ തെറ്റിക്കുന്നു. കുഞ്ഞിക്കരച്ചിൽ കേട്ടപ്പോൾ അവൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ തണുത്തുറഞ്ഞു. ഉള്ളിലേക്ക് പടർന്നിറങ്ങിയ ചെറുതണുപ്പിൽ ഒരു പിതാവിൻ്റെ വേവലാതികളും കേട്ടടങ്ങിയ പോലെ ആ കുഞ്ഞിൻ നെറ്റിയിൽ അവൻ ചുണ്ട് ചേർത്തു. നല്ല ചുന്ദരിവാവയാ, ഇതിനെ എടുത്തോ, എനിക്ക് എൻ്റെ അമ്മയെ കാണിച്ചു തരുവോ? വീണ്ടും വീണ്ടും ഒരേ മന്ത്രണം. അവളിൽ നിന്നൊഴുകിയ ചുവപ്പ് ദ്രാവകത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരുന്നു. വരണ്ടു വിണ്ടു കീറി നീരിച്ച ചുണ്ടുകൾ, കണ്ണുകൾ കൂമ്പിയാടുന്നതോടൊപ്പം അവളുടെ ചുണ്ടുകൾ വീണ്ടും വീണ്ടും ഒരേ മന്ത്രം ജപിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മയെ കാണിച്ചു. വാക്കുകൾ മുഴുവനാകും മുന്നേ ഇനി ഒരിക്കലും തുറക്കാത്ത വിധം അവളുടെ കൂവളമിഴികൾ അടഞ്ഞിരുന്നു. താളം തെറ്റിയ മനസ്സല്ലേ ആ കൊച്ചിൻ്റെ. ഏതോ അകന്ന ബന്ധുവിൻ്റെ കീഴിലായിരുന്നു. പ്രായമായപ്പോൾ അയാൾ അവളെ ആർക്കോ കേസും കൂട്ടവുമായി ഒടുവിൽ ഏതോ അഗതി മന്ദിരത്തിൽ വയറ്റിൽ നാം വിട്ട ജീവനെ പോലും തിരിച്ചറിയാതെ കൂടെ വന്നവരിൽ ആരൊക്കെയോ പറയുന്നത് കേൾക്കുന്നുണ്ട്. അവൻ്റെ കൈകൾക്കുള്ളിലിരുന്ന കൺപീലികൾ തിങ്ങി നിറഞ്ഞ ആ ചോരക്കുരുന്ന് അവനെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. ഒരു വേള ആ കുഞ്ഞും ഹൃദയവും മന്ത്രിച്ചതും എൻ്റെ അമ്മയെ കാണിച്ചു തരുവോ?